ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പാടാം. സ്വർഗം തുറക്കുന്ന നിമിഷം ആത്മാവാം യേശുവേ, ദാഹിച്ചു പഠിക്കേ, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. പാടാം. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. കരമുയർത്തി പാടിക്കേ. ആത്മാവേ ഒരിക്കൽ കൂടെ ദാഹിച്ചു പാടിക്കേ. യേശുവേ, തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ. അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ. യേശുവേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവം ദൈവമേ, സ്വർഗം തുറങ്ങി ഇറങ്ങണമേ. മഴയായി ഇറങ്ങണമേ. യേശുവേ, നിന്റെ ആത്മാവിനെ അയക്കണമേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. ആത്മാവം ദൈവമേ, ആത്മാവേ, ദാഹിച്ചു പാടിക്കേ. ആത്മാവം ദൈവമേ, ഇതാ ഹോളി സ്പിരിറ്റ് നിറയുന്ന നിമിഷം, വലിയ അഭിഷേകത്തിന്റെ നിമിഷം. എല്ലാവരും ദാഹിച്ചു പാടും. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയാ എന്നിൽ നിറഞ്ഞിടണേ. ചേർന്ന് പാടിക്കേ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയാ എന്നിൽ നിറഞ്ഞിടണേ. ആത്മാവാം ദൈവമേ വരണേ. യേശുവേ, ഒരു സ്വർഗീയ അനുഭവം, ഒരു സ്വർഗീയ അനുഭവം. ഒരിക്കൽ കൂടെ പാടിക്കാൻ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. ആത്മാവാം ദൈവമേ വരണേ. പഠിക്കേ. ഒരിക്കൽ കൂടി എല്ലാവരും ചേർന്ന് യേശുവേ, അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 2-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയും.
ദിനത്തിൽ അവർ സമ്മേളിച്ചിരുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ നിറയപ്പെട്ടു. പരിശുദ്ധമ്മയും സ്ലീഹന്മാരും ചേർന്ന് ദൈവത്തെ ഇങ്ങനെ ആരാധിക്കുക. ആ പരിശുദ്ധാത്മ അഭിഷേകം നമ്മളിൽ നിറയപ്പെടണം. അതിനുവേണ്ടി നമുക്കൊന്ന് നമ്മളെ ഒന്ന് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് പാടാം. എല്ലാവരും കരങ്ങളുയർത്തി സ്വർഗം തുറക്കുന്ന നിമിഷമാണ്. വലിയ അഭിഷേകത്തിന്റെ നിമിഷമാണ്. അനുഭവം തരണേ, പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. അനുഭവം തരണേ, യേശുവേ, പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. ആത്മാവേ ദൈവമേ, ആത്മാവേ ദൈവമേ പഠിക്കേ നിമിഷം ഇതാ നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ നമ്മൾ അറിയാതെ ആനന്ദത്തിലേക്ക് മുഴുകുന്ന നിമിഷം, നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ സ്നേഹം വന്ന് നിറയുന്ന നിമിഷം. ഇതാ കെട്ടുകൾ അഴിയുന്നു, രോഗങ്ങൾ മാറുന്നു, ബന്ധനങ്ങൾ അഴിയുന്നു, പാപക്കെട്ടുകളെല്ലാം ദൂരെ മാറുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഹൃദയം തുറന്നു വലിയ അഭിഷേകം. ഒരിക്കൽ കൂടെ വലിയ അഭിഷേകം കടന്നു വരട്ടെ. നമുക്കെല്ലാവർക്കും ഇരു കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് ധ്യാനിക്കാം. ഈ ആത്മാവിന്റെ നിറവിൽ എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരു അപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. ഇത് മറ്റാർക്കും കിട്ടാത്ത ഒരു വലിയ ദൈവ അനുഗ്രഹമാണ്. യഥാർത്ഥ ദൈവത്തെ അറിയുന്ന ദൈവ മക്കൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അറിവാണ് എന്നെ സ്നേഹിക്കുന്ന, എന്നെ മാനിച്ചുയർത്തുന്ന നല്ലൊരു അപ്പൻ എന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒന്നിനെയും ഭയമില്ല. ഞാൻ എന്റെ കർത്താവിൽ ആശ്രയിക്കുന്നു, ഞാൻ എന്റെ അപ്പനിൽ വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവാണ്, അത് നല്ലവനായ സത്യദൈവമാണ്. അവൻ ഏക രക്ഷകനും നാഥനുമാണ്. അവന്റെ മുന്നിൽ എല്ലാ മുട്ടുകളും മുടങ്ങും, എല്ലാ നാവുകളും അവന്റെ നാമം ഏറ്റുപാടും എന്ന് പറഞ്ഞു. അവന്റെ മുന്നിൽ എല്ലാ മുട്ടുകളും മടങ്ങും, അവന്റെ മുന്നിൽ എല്ലാ നാവുകളും അവനെ സ്തുതിക്കും. എന്റെ സാന്നിധ്യത്തിൽ മറയുവാൻ നിന്റെ ഹിതങ്ങളാൽ ചെയ്യുവാൻ ഒരിക്കൽ കൂടെ ഹൃദയം തുറന്ന് പാടിക്കേ. Oh Jesus,
കൊതിയാണ്. നിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ കൊതിയാണപ്പാ. ഓ ദൈവമേ, ഓ ദൈവമേ, ഓ അപ്പാ, ഓ ദൈവമേ, അങ്ങോട്ട് ഇതുപോലൊരപ്പൻ വേറെയില്ല. നമ്മളെ സ്നേഹിക്കുന്നവൻ, നമ്മളെ മാനിച്ചുയർത്തുന്നവൻ, ഇതുപോലൊരു ദൈവം എവിടെയാണ്? ഇതുപോലൊരു സത്യദൈവം എവിടെയാണ്? കൊതിയാണപ്പാ, കരങ്ങളുയർത്തി, കരങ്ങളുയർത്തി. എന്നിട്ട് ഉള്ളിൽ നിന്നൊന്ന് വിളിച്ചേ, സ്നേഹത്തോടെ ഒന്ന് വിളിച്ചേ, ഒന്ന് കൊതിയോടെ വിളിച്ചേ. ഇതുപോലെ അനുഭവിക്കാൻ പറ്റിയ ഒരു ദൈവം വേറെയില്ല. ഈ ലോകം ആരൊക്കെ ദൈവമാണെന്ന് പറഞ്ഞാലും അതിനപ്പുറത്ത് ഒരുവനേ ഉള്ളൂ. രാജാക്കന്മാരുടെ ദൈവം, ദേവന്മാരുടെ ദൈവം, അവനേക സത്യദൈവം, അത് യേശുവാണ്. നിന്റെ സാന്നിധ്യത്തിൽ ഇത് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കർത്താവേ, കൊതിക്കുന്നു, കൊതിക്കുന്നു, കൊതിക്കുന്നു. ഓ ദൈവമേ, ഹൃദയത്തോട് ചേർത്ത് വെച്ച്, കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച്, ആരെല്ലാം തള്ളിയാലും നീ ഏകനാകും എന്ന അവസ്ഥയിലും സാന്നിധ്യത്തിൽ മറഞ്ഞു നിന്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് കൊതിയാണെന്നാണ് അടുത്ത വരികളിൽ പറഞ്ഞത്. ഇതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കൊന്ന് പാടാം. നിന്റെ ജീവിതത്തിൽ നീ ഒറ്റപ്പെട്ടവനാണോ? നീ തിരസ്കരിക്കപ്പെട്ടവനാണോ? പേടിക്കേണ്ട. സാന്നിധ്യത്തിൽ മറഞ്ഞു നിന്റെ ഇഷ്ടം നിറവേറ്റാൻ കൊതിയോടെ, കൊതിയോടെ ആ ഈശോയൊന്ന് വിളിച്ചിട്ട് പറഞ്ഞേ, കൊതിയാണപ്പ. എന്നെ ആരൊക്കെ തള്ളി പറഞ്ഞാലും, എന്നെ ആരൊക്കെ തിരസ്കരിച്ചാലും ഞാൻ ഏകനല്ല. കാരണം യേശുവാകുന്ന അപ്പൻ എന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ആ സ്നേഹത്തിൽ ഞാൻ നിന്നോട് ഒട്ടിച്ചേർന്ന് നിൽക്കുവാനായിട്ട് ഞാനിതാ കൊതിക്കുകയാണ്. ഈ കൊതിയോടെ നമുക്ക് ഒരിക്കൽ കൂടി നമുക്ക് കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിന്റെ സാന്നിധ്യത്തിൽ മറയാതെന്ന ആ വേടൊന്ന് പാടിയിട്ട് നമുക്ക് ഇല്ലയിലേക്ക് പോകാം. ഒരിക്കൽ കൂടി എല്ലാവരും നെഞ്ചോട് കരം ചേർത്ത് ഒന്ന് പാടിക്കേ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ ദൈവമേ, ദൈവമേ, നിന്റെ ഗീതത്തിലെ എന്റെ ജീവിതത്തിൽ എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം അത് മതി. എന്റെ ഇഷ്ടം ഞാനിതാ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. അത് മതി, അങ്ങയുടെ ഇഷ്ടം മതി. എന്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നിനെ കുറിച്ചും ഒരു വേവലാതിയും ഇനി വേണ്ട. എനിക്ക് അന്ന് മാത്രം മതി, അന്ന് തരുന്ന സ്നേഹം മതി. അന്ന് എന്താണോ എന്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്, എന്റെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുവാനായിട്ട് അന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് അത് മതി. അതുകൊണ്ട് കർത്താവേ, ഇനി എനിക്ക് ഒരു ടെൻഷനുമില്ല, ഒരു വേദനയുമില്ല, ഒരാകുലതയുമില്ല, ഒന്നിനെ കുറിച്ചും ഒരാകുലതയുമില്ല. ദൈവമാണ് എന്റെ ഏക രക്ഷകനെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് പാടുന്നു. കൊതിയാണപ്പാ, ഒന്ന് വിളിച്ചേ. ദൈവമേ, കൊതിച്ചുകൊണ്ട് സ്നേഹത്തോടെ ഒന്നുകൂടി പാടിയേ. അഭിഷേകമാണ് ഇതുപോലൊരു അഭിഷേകം എവിടെ
എവിടെയാണ് കിട്ടുന്നത്? ഇതുപോലൊരു സ്നേഹം എവിടെയാണ് കിട്ടുന്നത്? ദൈവമേ, നിന്നെ സ്തുതിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ സന്തോഷം ഒരു സ്ഥലത്ത് കിട്ടില്ല, ഒരിടത്തിനും കിട്ടില്ല. കർത്താവേ, അങ്ങേപ്പോലെ ആരുമില്ല ദൈവമേ, അങ്ങേപ്പോലെ ആരുമില്ല ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവം. ദൈവമേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുക, അങ്ങേ ഞങ്ങൾ പാടിച്ച് സ്തുതിക്കുക, അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുക. ദൈവമേ, അങ്ങയുടെ സ്നേഹിക്കുക, അങ്ങയുടെ ഇഷ്ടത്തിൽ ജീവിക്കുവാൻ പുതിയ പാടിക്കേ, നിങ്ങൾ പാടിക്കേ. ആരെല്ലാം സാന്നിധ്യത്തിൽ മറഞ്ഞു നിന്നിഷ്ടം പുതിയാണപ്പാ ഇരുകരങ്ങളും പാടിക്കേ. ഒരിക്കൽ കൂടി ദാഹിച്ചു പ്രാർത്ഥിച്ചേ. ദൈവമേ, സ്വരമകത്തി ദൈവമേ, എനിക്ക് വേണമങ്ങേ. നിന്റെ നാദം, നിന്റെ തുടിപ്പ്, അത് മതി. ദൈവമേ, നിന്റെ സ്വരം ഒന്ന് കേട്ടാൽ ദൈവമേ, സാന്നിധ്യത്തിൽ പറയാം പുതിയ നിന്റെ ഇഷ്ടം നിറവേറ്റ, നിന്റെ ഹിതം നിറവേറ്റ, നിന്റെ ഇഷ്ടം നിറവേറ്റ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയാണപ്പാ. ഓ ദൈവമേ, ഓ യേശുവേ, ഓ ദൈവമേ, കർത്താവിന്റെ ആത്മാവ് ഇവിടെ മുഴുവൻ നിറഞ്ഞു നൽകുകയാണ്. ദൈവത്തിന്റെ ചൈതന്യം നിങ്ങളുടെ മേൽ നിറഞ്ഞു നൽകുകയാണ്. ഓരോ വ്യക്തികൾക്കും ദൈവത്തെ ഈ കാലത്തിലൂടെ അനുഭവിക്കുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ രോഗങ്ങൾ മാറുന്ന നിമിഷമാണ്, നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിയുന്ന നിമിഷമാണ്. നിങ്ങൾ വേവലാതിപ്പെടണ്ട, നിങ്ങൾ ആകുലപ്പെടണ്ട. നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്, നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്. നിന്നെ തൊടുവാനിത ദൈവമുണ്ട്, നിന്നെ വാടി വിളിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നോട് നാളോട് ചേർക്കുന്ന ദൈവമുണ്ട്, നിന്നെ വാരി പുണരുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ താളോടിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ വാലോട് ചേർക്കുന്ന ദൈവമുണ്ട്. വിട്ടുകൊടുത്ത് 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 നിന്റെ കൂടെ, നിന്റെ കൂടെ, നിന്റെ കൂടെ അവനുണ്ട്, അതിന്റെ കൂടെ അവനുണ്ട്. വിട്ടുകൊടുത്തേ, വിട്ടുകൊടുത്തേ, വിട്ടുകൊടുത്തേ. പാടിക്കേ, പാടിക്കേ, വിട്ടുകൊടുത്ത് പാടിക്കേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ. യേശുവേ, ഓ ദൈവമേ, അങ്ങേപ്പോലെ മറ്റാരുമില്ല. യേശുവേ, 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 അങ്ങേപ്പോലെ മറ്റാരുമില്ല. നീയല്ലോ രാജാവ്,
ദൈവമേ, അങ്ങേപ്പോലാരുമില്ല, അങ്ങേപ്പോലാരുമില്ല. ഞങ്ങളിതാ ഒന്ന് ചേർന്ന് പാടുകയാണ്, നിന്നെ സ്തുതിക്കുകയാണ്, സ്വർഗീയ വൃന്ദങ്ങളോട് ചേർന്ന് സ്തുതിക്കുകയാണ്. നിന്നെ പോലാരുമില്ല. പരിശുദ്ധനായ ദൈവം, അവൻ കാരുണ്യവാൻ, അവൻ അമർത്യനാണ്, അവൻ ഉദ്ധാരം ചെയ്തിരുന്ന നമ്മളെ ഭക്തിയെ ജീവിക്കുന്ന സത്യദൈവമാണ്. പരിശുദ്ധനാം ദൈവം ഇവിടെ ചേർന്ന് പാടുന്നു. അവൻ പരിശുദ്ധനാണ്, കരുണയിൻ സാഗരമേ
പരിശുദ്ധനായവനേ, കരുണയുടെ സാഗരമേ, കൃപയുടെ ഉറവിടമേ, എന്റെ ആശ്വാസദായകനേ, നിന്റെ കൃപ മതിയേ, മതിയേ, തിരുകൃപ മതിയേ. ഓ ദൈവമേ, ഈ അങ്ങ് തിരുകൃപ മതിയേ. ജീവിതയാത്രയിൽ മുട്ടോളമല്ല ധരയോളവും പോരാ. അതെ ദൈവമേ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടും നീളം. വീണ്ടും കൊതിയോടെ ഞങ്ങൾ പാടുകയാണ്. മുട്ടോളമല്ല ധരയോളം പോരാ. അങ്ങയാൽ അങ്ങയുടെ കൃപയാൽ മുങ്ങിയിടുവാനായിട്ട് കൊതിയാണ്. ഒരിക്കൽ കൂടെ പാടിക്കേ. അങ്ങനെ സ്നേഹത്തിന്റെ വീതിയും നീളവും ആഴവും ഇതൊക്കെ ആരായ്മ ഞങ്ങൾക്ക് ബുദ്ധിയുണ്ട്. എല്ലാവരും കരങ്ങളുയർത്തി പഠിക്കേ. നിറയ്ക്കുക നിൻ ശക്തിയാൽ, നിറയ്ക്കുക നിൻ ജീവനം, നിന്നെ ഘോഷിക്കുവാൻ. നിറയ്ക്കുക നിൻ ശക്തിയാൽ, നിറയ്ക്കുക നിൻ ശക്തിയാൽ, നിറയ്ക്കുക നിൻ ജീവനം, നിന്നെ ഘോഷിക്കുവാൻ. മുട്ടോളമല്ല
സ്വർഗത്തിലേക്ക് ഒന്ന് കടന്നു കയറി. എന്നിട്ട് ദൈവമേ, മുട്ടോളമല്ല, അരയോളമല്ല, നിന്നെ മുങ്ങിയിടുവാൻ ഞാനിത് കൊതിയാണ്. നിന്നെ മുങ്ങിയിടുവാൻ ഞാൻ കൊതിക്കുകയാണ്. പാടിക്കേ. ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ വിവിധ ഭാഷകളിൽ സംസാരിക്കും. ഭാഷാപരത്തിൽ ശ്രദ്ധിക്കും. ദൈവത്തെ നമ്മൾ എന്തെങ്കിലും ആനന്ദത്തോട് ശ്രദ്ധിക്കും. ആ സ്തുതിയുടെ സിംഹാസനത്തിലിരിക്കുന്ന കർത്താവിനെ നമ്മൾ വായിക്കാൻ മാത്രമല്ല, നമ്മൾ ആത്മാവിനാൽ നിറയുന്നത് കാണാൻ
ഇരുകരങ്ങളും സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി ഹല്ലേലൂയ പാടിക്കേ. ഹല്ലേലൂയ 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 ആമേൻ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ ദൈവമേ ഹല്ലേലൂയ ദൈവമേ ഹല്ലേലൂയ ആമേൻ. ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. പാടിക്കേ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവമേ ഹല്ലേലൂയ ആമേൻ. ഒരിക്കൽ കൂടെ ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ഒരിക്കൽ കൂടെ പാടിക്കേ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ദൈവപിതാവേ ദൈവപിതാവേ സ്നേഹനാഥനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. വീണ്ടും പാടിക്കേ. ദൈവപിതാവേ സ്നേഹനാഥനേ ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ പാടിക്കേ. പരിശുദ്ധാത്മാവേ ശിവാത്മിയേ ജീവാത്മിയേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവേ 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 ജീവാത്മിയേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എത്ര ചേർന്ന് ഹല്ലേലൂയ ദൈവമേ ഹല്ലേലൂയ ഹല്ലേലൂയ പാടി സ്തുതിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. എല്ലാവരും കരങ്ങൾ വീശി ഹല്ലേലൂയ 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 ആമേൻ. ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവമേ ഹല്ലേലൂയ ആമേൻ. ആരാധിച്ചേ. എല്ലാവരും ചേർന്ന് ആരാധിക്കുന്നു. ആരാധിക്കുന്നു ദൈവമേ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ ആമേൻ. ഒരിക്കൽ കൂടെ പാടിക്കേ. ഹൃദയം തുറന്ന് ആരാധിക്കുന്നു ദൈവമേ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ ഹല്ലേലൂയ ഹൃദയ വിശുദ്ധിയോടുകൂടി ഒന്നുകൂടി ആരാധിച്ചേ. ആരാധിച്ച എല്ലാവരും ഓ ദൈവമേ ഞങ്ങൾ അഴിയട്ടെ. രോഗങ്ങൾ മാറട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ. ബുദ്ധിതനായവനെ നമുക്ക് ആരാധിക്കാം. എല്ലാവരും ചേർന്ന് ബുദ്ധിതനായവനെ യേശുരാജനെ അങ്ങേ ആരാധിക്കുന്നു. പാടിക്കേ. ബുദ്ധിതനായവനേ യേശുരാജനെ യേശുരാജനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ലോകരക്ഷകനേ പാപമോചകനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പാടിക്കേ. ലോകരക്ഷകനേ പാപമോചകനേ പാപമോചകനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഇരുകരങ്ങളും സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി ഹല്ലേലൂയ പാടിയേ. ഹല്ലേലൂയ 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 ആമേൻ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ ദൈവമേ
പ്രാണൻ പോവോളം ജീവൻ തന്നോനേ, ഭൂവില്ലാരീരും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങെ പിരിയില്ല എന്നീശുവേ. എല്ലാവരും ഇരു കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് ദൈവത്തെ ആരാധിക്കുക. എന്റെ പ്രാണൻ പോകുമ്പോഴും എന്റെ ജീവൻ തന്ന അങ്ങേക്ക് ഞാനിത് നന്ദിയോടെ പാടുകയാണ്. ഭൂമിയിലാരും കാണാത്ത സ്നേഹമാണ് ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പോൾ അങ്ങേ പിരി എന്റെ യേശു, അങ്ങേ പോലെ ആരുമില്ല എന്ന് വീണ്ടും ഈ ഗാനത്തിലൂടെ അങ്ങ് തെളിയിക്കുന്നു. ഓ ദൈവമേ, നിന്റെ മാർവിലൊന്ന് ചാരും കൊതിയാണ്. എനിക്കൊരു ജീവിതമേ ഉള്ളൂ. ഈ ജീവിതത്തിൽ എന്റെ ജീവിതം ഞാൻ അങ്ങേക്ക് വേണ്ടി നൽകിയില്ലെങ്കിൽ വട്ടപൂജ്യമാണ് എന്റെ ജീവിതമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. നമുക്കൊക്കെ ഒരു ജീവിതമേ തന്നിട്ടുള്ളൂ. ഈ ജീവിതത്തിൽ എനിക്കും നിനക്കും ഒക്കെ തന്നിട്ടുള്ള കഴിവുകൾ അത് ദൈവത്തിന് വേണ്ടി കൊടുക്കുക എന്നതാണ് പരമപ്രധാനമായ കാര്യം. നമ്മൾ എന്തിനെയൊക്കെ വേണ്ടി ഓടുമ്പോൾ ഓർക്കുക, ദൈവത്തെ നേടിയില്ലെങ്കിൽ ഒന്നുമില്ല. ആദ്യം ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ ദൈവം പറയുമ്പോൾ ദൈവത്തെ അറിയാത്തവർ അങ്ങനെ ആരെങ്കിലും ഈ ലോകത്ത് നിന്ന് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ ആ ജീവിതങ്ങൾക്ക് അർത്ഥമില്ലാതായി പോയി. അതേ പ്രിയമുള്ളവരെ, നമുക്ക് ജീവിതം തന്നു, നമുക്ക് ബിസിനസ് തന്നു, നമുക്ക് സമ്പത്ത് തന്നു, നമുക്ക് നല്ല ജോലികൾ തന്നു, നമുക്കെല്ലാം തന്നു. നല്ല മാതാപിതാക്കൾ, നല്ല ഭാര്യ, നല്ല ഭർത്താവ്, സ്നേഹിക്കാൻ നമുക്ക് മക്കൾ, താമസിക്കാൻ നല്ല ഭവനം, അതുകൂടാതെ മറ്റു സ്വത്തുക്കൾ, ഇട്ടുകൂടാൻ ആവാത്ത വിധം
ഒരുപാട് നേടി. പക്ഷെ നേടാത്തതായിട്ട് ഒന്നേ ഉള്ളൂ. ദൈവത്തെ നേടാൻ മറന്നുപോയി. ദൈവത്തെ നേടാൻ മറന്നുപോയി. അവിടെയാണ് നമ്മൾ വട്ടപൂജ്യമാകുന്നത്. മറ്റെല്ലാം നേടി, പക്ഷെ ഒന്നു മാത്രം നേടിയില്ല. യഥാർത്ഥത്തിൽ നേടേണ്ടത് എന്താണോ അത് ഞാനും നിങ്ങളും നേടിയില്ല. എന്തിന്റെയൊക്കെ പുറകെ പോയി, ഈ ലോകത്തിന്റെ പിന്നാലെ പോയി. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ പറയുകയാണ്, ഈ ലോകം മുഴുവനും നീ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചു പോയാൽ എന്ത് പ്രയോജനമെന്നാണ് വചനം പറയുന്നത്. വിശുദ്ധ മത്തായി 16:26. എപ്പോഴും ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. അപ്പൊ നമുക്ക് പാപത്തിൽ നിന്നൊക്കെ അകന്ന് നന്മയുടെ പാതയിലൂടെ നീങ്ങുവാനായിട്ട് എപ്പോഴും നമുക്കൊരു ബലമുണ്ടാവും, നമുക്ക് ശക്തി ഉണ്ടാവും. ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തും, നിന്റെ ജീവിതം ഞാൻ നിനക്ക് ദാനം ചെയ്തതാണ് എന്നത് ആ സത്യബോധ്യം തിരിച്ചറിയും. ഈ വചനം എപ്പോഴും നമ്മുടെ കാതിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കണം. നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനമാണ് നിനക്കുള്ളത് എന്നുള്ള ആ സത്യവചനം അറിയാം. അപ്പൊ നമുക്ക് വിശുദ്ധിയിലൂടെ ജീവിക്കാനായിട്ട് സാധിക്കും. വിശുദ്ധിയില്ലാത്ത ജീവിതം വട്ടപൂജ്യമാണ്. അതുകൊണ്ട് ഓർക്കുക, നമുക്ക് പ്രാണൻ തന്നത് ദൈവമാണ്. ഈ പ്രാണൻ എന്റെ ബ്ലഡിൽ നിന്ന് ഇങ്ങനെ ഇല്ലാതായി പോകുമ്പോൾ ആ നിമിഷം വരെ ജീവൻ തന്ന അങ്ങേക്ക് ഞാൻ ഇങ്ങനെ നന്ദി പറയുമെന്നാണ് ഈ പാട്ടില് പറയുന്നത്. ഭൂമിയിൽ ആരും കാണാത്ത സ്നേഹം, ഇതുപോലൊരു ദൈവം എവിടെയാണ് ഇതുപോലൊരു സത്യദൈവം? നമ്മളൊക്കെ പലതിന്റെ പിന്നാലെ പോയിട്ടുണ്ട്. പലരും ഒക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നീ അങ്ങോട്ട് പോ, ഞാൻ നിനക്ക് രക്ഷ തരാം. പക്ഷെ പോകുന്നിടത്ത് ഒരു രക്ഷയില്ല. ദൈവം എന്ന് പറയുന്ന അന്യദേവന്മാരുടെ പിന്നാലെ പോയേ. ഓർക്കുക, അവിടെയൊക്കെ പോയി, പക്ഷേ ഒന്നും നേടുന്നില്ല. എന്നാൽ തിരിച്ചറിഞ്ഞ് വരുമ്പോൾ സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്. എവിടെയാണ് യഥാർത്ഥത്തിൽ ആ തിരിച്ചറിവാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ വരദാനം എന്ന് പറയുന്നത്. എന്താണ് തിരിച്ചറിവ്? ജ്ഞാനമാണ് നമുക്ക് വേണ്ടത്. ജ്ഞാനത്തിന് വേണ്ടി നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം. വിജ്ഞാനം കിട്ടിയിട്ട് കാര്യമില്ല, വിജ്ഞാനം വേണം. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ വിജ്ഞാനം വേണം, പക്ഷെ അതിനേക്കാൾ ഉപരിയാണ് ജ്ഞാനം. അപ്പൊ ജ്ഞാനത്തിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് ജ്ഞാനം. ഈ ജ്ഞാനം നമുക്ക് നൽകി കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് തിരിച്ചറിവ് വരും. ആ തിരിച്ചറിവാണ് ഏക സത്യദൈവമായ യേശുവാണ് എന്റെ രക്ഷകൻ എന്നുള്ള തിരിച്ചറിവ്. ആ തിരിച്ചറിവിലാണ് വിജയമുണ്ടാവുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഒരിക്കൽ കൂടെ ഈ പാട്ടൊന്ന് പാടാം, ധ്യാനിച്ച്. പ്രാണൻ പോവോളം ജീവൻ തന്നോനേ, പൂവില്ലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങിപ്പിരിയില്ല എന്നേശുവേ. ഇരു കണ്ണുകളും നെഞ്ചോട് ചേർത്ത് വെച്ച്, നെഞ്ചോട് ചേർത്ത് വെച്ച് നിങ്ങൾ ഇരിക്കുക, എല്ലാവരും ഇരിക്കുക. വളരെ ചുരുങ്ങിയ നിമിഷമാണ്, കൂടി വന്നാൽ 7 മണി.
ഈ 7 മണി വരെ നമ്മളിവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ടെൻഷനുകളൊക്കെ എല്ലാം എന്നെടുത്ത് ദൂരെ കളഞ്ഞു, പല വിചാരങ്ങളെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞു കർത്താവിന്റെ മുന്നിലായിരിക്കും. ഈ സമയത്ത് പല വിചാരങ്ങൾ കടന്നു വന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടാനുള്ളത് നഷ്ടപ്പെട്ടു. ഇവിടെയാണ് നമ്മൾ ഏകാഗ്രതയോടുകൂടി ഈശോയുടെ സന്നിധി എന്തായാലും ഇവിടെ ദൈവത്തെ ആരാധിക്കാനും ദൈവവചനം കേൾക്കുവാനും നമ്മൾ കടന്നു പോകും. ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും ഈ പൂർണ്ണ ശരീരവും ആത്മാവും എല്ലാം ദൈവത്തിലേക്ക് സമർപ്പിച്ച് ഒന്ന് വിട്ടുകൊടുത്ത്, കർത്താവേ, എനിക്ക് ഒരുപാട് ദുഃഖങ്ങളുണ്ട്, എനിക്ക് ഒരുപാട് വേദനകളുണ്ട്, ഞാൻ ഒരുപാട് സ്ട്രഗിളിലൂടെ കടന്നു പോകുന്നു. എന്നാലും കർത്താവേ, നിന്നെ സ്തുതിക്കുമ്പോൾ ഇതൊന്നുമല്ലാതെ ആരോഗ്യം അത് മതി കർത്താവ്. ഈ കിട്ടുന്ന അവസ്ഥ ദൈവത്തെ ഞാൻ ആരാധിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ആത്മീയ സന്തോഷമുണ്ട്, ആർക്കും നൽകാനായിട്ടാണ് ആവില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി കാതോർക്കാം. സ്തുതിയാരാധനയിലൂടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഈ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളാണ് കടന്നത്. എല്ലാവരും വിചാരിച്ചു ഈ ഗാനം നെൽസനോടും ഈ നല്ല കൊയർ മെമ്പറോടൊപ്പം ചേർന്നിട്ട് ആത്മാർത്ഥമായിട്ടൊന്ന് പാടാം. ജീവൻ തന്നോനെ ഭൂമിയിലാരിലും കാണാത്ത സ്നേഹമേ പാടാം. മാറിൽ ഞാൻ ചാരിടുന്നപ്പാ അങ്ങേ പിരിയില്ല എന്നെ ഒരിക്കൽ കൂടെ പ്രാണൻ, ഒരിക്കൽ ഓടും ജീവൻ തന്നോനെ ഭൂമിയിലാരിലും കാണാത്ത സ്നേഹമേ മാറിൽ ഞാൻ ചാരിടുന്നപ്പാ അങ്ങേ പിരിയില്ല എന്നെ യേശുവേ ആരാധിക്കും കർത്താവിനെ മറ്റാരെ കാണും വിശ്വസ്തനായോനെ ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാ അങ്ങേ പോലെ വേറാരുമില്ലയേ ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ മറ്റാരെ കാണും വിശ്വസ്തനായോനെ ദൈവമേ, മറ്റാരേക്കാൾ വിശ്വസ്തനാണ്. ഈ ലോകത്ത് വിശ്വസിക്കുവാൻ കൊള്ളാവുന്ന ഒരുവനെ വിശ്വസ്തനാണ്. അവന്റെ മുന്നിൽ നമ്മുടെ വിശ്വസ്തത, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ എല്ലാം കൊടുത്ത് വിശ്വസിച്ച് കൊടുക്കാവുന്ന ഒരുവനെ കൊടുത്തേ പ്രാർത്ഥിച്ച് ഉള്ളു തുറന്നൊന്ന് സ്നേഹിച്ച ദൈവമേ, ആ നാവിൽ ചാരാനായിട്ട് പുതിയ പ്രാണൻ പ്രാണൻ പ്രാണത്തോളം എല്ലാവരും ജീവൻ തന്നോനെ ഓ ദൈവമേ, യേശുവേ, ഹല്ലേലൂയ. അങ്ങേ പിരിയില്ല എന്നെ യേശുവേ വലിയ സന്തോഷത്തിന്റെ സമയമാണ് നടന്നത്. ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരുന്ന നിമിഷമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന നിമിഷമാണ്. ഒരുപക്ഷെ പല നിയോഗങ്ങളുമായിട്ടായിരിക്കും നിങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഓരോ വ്യക്തികൾക്കും അറിയാം ഓരോ നിയോഗങ്ങൾ. ഈ നിയോഗങ്ങളെ എല്ലാം നമുക്ക് ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഒരുപക്ഷെ നമ്മളോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികളുടെ നിയോഗങ്ങൾ, ഈ നിയോഗങ്ങളെ എല്ലാം നമുക്ക് ഈശോയിലേക്ക് സമർപ്പിക്കാം. ആ നിയോഗങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരാനും വലിയ സൗഖ്യങ്ങൾ കടന്നു വരുവാനും അവരുടെ നിയോഗങ്ങളിലേക്ക് അനുഗ്രഹത്തിന്റെ വരമാരി ചൊരിയപ്പെടുവാനും എല്ലാ നിയോഗങ്ങളെയും ഈശോയിലേക്ക് സമർപ്പിച്ച് നമുക്ക് സ്തുതിക്കാം.
ഹല്ലേലൂയ. എല്ലാവരും ഇരു കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. ദൈവമേ ആരാധന. ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ദൈവമേ വിട്ടുതരും. ഹല്ലേലൂയ. യേശുവേ നന്ദി. വലിയ അഭിഷേകത്തിന്റെ നിറവ് കടന്നു വരണം. വലിയ അഭിഷേകത്തിന്റെ നിറവ് ഇരു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ സ്തുതിക്കുകയും നമ്മുടെ നിയോഗങ്ങളെല്ലാം ഒന്ന് സമർപ്പിച്ച് ഒരുപക്ഷെ ജോലി ഭാരമുള്ളവരെ എല്ലാം ഈശോയിലേക്ക് നമ്മൾ സമർപ്പിക്കും. ഷാർജയിലായിരിക്കുന്നവർ, അതുപോലെ ദുബായിലായിരിക്കുന്നവർ, ഈ UAE മൊത്തമായിരിക്കുന്ന വ്യക്തികളെല്ലാം, ജോലിയുടെ സ്ട്രെസ് അനുഭവിക്കുന്നവർ, ജോലി ഇല്ലാത്തവർ, ജോലി ഉണ്ടായിട്ട് നഷ്ടപ്പെട്ടു പോയവർ, ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, ബിസിനസ് തകർന്ന് തരിപ്പണമായിരിക്കുന്നവർ, പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ, സാമ്പത്തിക മേഖലയിൽ ഭദ്രത ഇല്ലാത്തവർ, കടബാധ്യതകളുള്ളവർ, വിവിധ തരത്തിലുള്ള രോഗങ്ങളുള്ളവർ, ക്യാൻസർ, ട്യൂമർ, വിട്ടുമാറാത്ത പല അസുഖങ്ങൾ, എല്ലാ അസുഖങ്ങളെയും നമ്മൾ ഈശോയിലേക്ക് സമർപ്പിച്ചു ദൈവത്തിന് വിട്ടുകൊടുത്തേ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കടന്നു വരുന്ന നിമിഷം എല്ലാ നിയോഗങ്ങളും ഈശോയിലേക്ക് സമർപ്പിച്ചു നമ്മൾ പാടുകയാണ്. പരിശുദ്ധൻ മഹോന്നത ദൈവം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പരിശുദ്ധൻ മഹോന്നത ദൈവം. പരിശുദ്ധനായവൻ ഒരുവനെയും പരമെങ്ങും വിളങ്ങും മഹേശ്. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാണ് അവനെ നമ്മൾ ഹൃദയം തുറന്ന് ആരാധിക്കാൻ. നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഈ ഒരു ആരാധനയിലൂടെ ദൈവത്തെ നമ്മൾ ആരാധിച്ചതിന് ശേഷം ബ്രദർ ബോബി ബ്രദറിന്റെ വചന ശുശ്രൂഷയും ബോബി ബ്രദറിന്റെ മേൽ പരിശുദ്ധാത്മാവ് കടന്നു വരും. ബോബി ബ്രദറിലൂടെ കടന്നു വരുന്ന വചനം നമ്മളുടെ കാതുകളിലൂടെ തുളച്ചു കയറി, ഹൃദയങ്ങളിലേക്ക് തുളച്ചു കയറി, നമ്മുടെ ആത്മാവിലും വചയിലും ഒക്കെ അത് തുളച്ചു കയറി അതൊരു അനുഗ്രഹമായി മാറുന്നുണ്ട്. വലിയ അത്ഭുതം കാണുവാൻ തക്കവിധം ബോബി ബ്രദറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ കൃപയാണ് നീ കടന്നു വരാൻ പോകുന്നത്. നമുക്ക് എല്ലാവരും ചേർന്ന് ഈ ഗാനം പാടി ദൈവത്തെ ആരാധിക്കാം. പരിശുദ്ധൻ മഹോന്നത ദൈവം, പരമെങ്ങും വിളങ്ങും മഹേശൻ. പരിശുദ്ധൻ മഹോന്നത ദൈവം, പരമെങ്ങും വിളങ്ങും മഹേശൻ. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മിശിഹാ. പരിശുദ്ധൻ മഹോന്നത ദൈവം, പരമെങ്ങും വിളങ്ങും മഹേശൻ. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന നിത്യനാഥനായ വീരനായ ദൈവമാണ്. ഉന്നത ദേവനാണ്. നീതിയിൽ സൂര്യനാണ്. രാജാതിരാജനാണ്. അവൻ രാജാക്കന്മാരുടെ എല്ലാം അധിപനാണ്. ഈ ലോകം സൃഷ്ടിച്ചത് അവന്റെ മുന്നിൽ എല്ലാ മുട്ടുകളും വേണം. അവന്റെ മുന്നിൽ എല്ലാ നാവുകളും അവന്റെ നാമം ഏറ്റുപാടും.
ഗംഭീരനാം ദൈവം ഉന്നത ദേവൻ നീതി സൂര്യൻ രാജാധിരാജനാം മിശിഹാ അവനത്ഭുതമന്ത്രിയാം ദൈവം ഓ ദൈവമേ നിത്യസാധനം ധീരനാം ദൈവം ഓ ദൈവമേ ഉന്നത ദേവൻ നീതിயின் സൂര്യൻ രാജാധിരാജനാം മിശിഹാ രാജാധിരാജനാണ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയരട്ടെ. സ്വർഗീയ വൃന്ദങ്ങളോട് ചേർന്ന് സ്വർഗം തുറക്കപ്പെടട്ടെ. മാലാഖമാരോട് ചേർന്ന് ഓ ദൈവമേ ഓ യേശുവേ ഓ ദൈവമേ ഒരിക്കൽ കൂടെ എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ പാടിക്കേ. ഓ ദൈവമേ ഹല്ലേലൂയ. ഓ ദൈവമേ എല്ലാവരും കരങ്ങൾ ഉയർത്തി കരങ്ങൾ വീശി എല്ലാവരും കരങ്ങൾ വീശി വീണ്ടും വീണ്ടും എല്ലാവരും ചേർന്ന് അവനാർക്കും കടക്കാരനല്ല. അവനാർക്കും കടക്കാരനല്ല. അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാൻ ആരുമേ ഇല്ല. ഓ ദൈവമേ അവനെ പോൽ ആരാധ്യനായ ആരുമില്ല. ഓ ദൈവമേ അവനാർക്കും കടക്കാരനല്ല. അവനാർക്കും ഭാഗ്യതയല്ല. അവനൊപ്പം പറയാനില്ല. അവനെ പോൽ ആരാധ്യനില്ല. അടിയേ കൂടെ. അല്ല അല്ല അവനാർക്കും കടക്കാരനല്ല. അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാം ഓ ദൈവമേ നിന്നെ ഒപ്പം നിൽക്കാൻ ആരുമില്ല. അവനെപ്പോൾ ആരാധ്യമില്ല. ഹല്ലേലൂയ. എല്ലാവരും. ഓ ദൈവമേ. ഓ യേശുവേ. ഇതാ സ്വർഗീയ വൃന്ദങ്ങൾ ചേർന്ന് പാടുകയാണ്. സ്വർഗീയ വൃന്ദങ്ങളോട് ചേർന്ന് നമുക്ക്
ഈ ഒരു കൊച്ചു ഹാളിലേക്ക് കടന്നു വരുവാനായിട്ട് വീണ്ടും ദൈവം അടിയനെ വിളിച്ചതിനെ ഓർത്ത് നന്ദി പറയുകയാണ്. ദൈവത്തിന് നമ്മുടെ മേൽ വലിയ പദ്ധതിയാണുള്ളത്. ഈ പദ്ധതി എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകുമ്പോഴാണ് അവിടെ പരാജയം സംഭവിക്കുന്നത്. ഇന്നിവിടെ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് എൻ്റെ മേലൊരു പദ്ധതി ഉണ്ടാവും. ഇന്ന് നിങ്ങളെല്ലാവരും ഈ ഹാളിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നിങ്ങളുടെ മേലൊരു പദ്ധതി ഉണ്ടാകും. ഈ പദ്ധതിക്ക് വേണ്ടി നമുക്ക് നമ്മളെ ഒന്ന് വിട്ടുകൊടുത്തേ. അത് ശുഭമായ പദ്ധതിയായിട്ട് മാറും. അത് പ്രത്യാശ നിറഞ്ഞ പദ്ധതിയായിട്ട് മാറും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പദ്ധതികൾ നമ്മളാണ് വിഭാവനം ചെയ്യുന്നത്. പക്ഷേ പലതും വിജയിക്കാതെ പോകും. അന്തിമമായ വിജയം കർത്താവിൻ്റെതാണെന്ന് സുഭാഷിതങ്ങളിൽ പറയും. റോമ 8 പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർ, തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർ സകലതും ദൈവം നന്മയ്ക്കായി പരിണമിക്കും. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ് സകലവും ദൈവം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കാതെ ഈ ലോകത്തിന് പിന്നാലെ പോകുമ്പോൾ എന്ത് സംഭവിക്കും? സാത്താന്റെ പദ്ധതിയാണ് അവിടെ നിറവേറുന്നത്. ദൈവത്തിന്റെ പദ്ധതിക്കായിട്ട് നമുക്ക് കാതോർക്കാം. എന്താണ് ആ പദ്ധതി? എന്റെ ജീവിതത്തിൽ എന്താണ് ആ പദ്ധതി? അത് ദൈവത്തിനും മാത്രമേ അറിയൂ. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. ഈ 2 ദിവസത്തിന് മുൻപ് ഞങ്ങൾ ഷാർജയിലേക്ക് കടന്നു വന്നത്. ഒരാഴ്ച മുമ്പ് എൻ്റെ മനസ്സിൽ ദൈവം ഒരു കാര്യം തോന്നിപ്പിച്ചു. എസ്ആർഎമ്മിലെ പഴയ കാലത്തൊക്കെ പാടിയിരുന്ന ഈ കൊയർ ഗ്രൂപ്പിനെ കൊണ്ട് ഒരു പാട്ട് വീഡിയോ ചെയ്ത് പുറത്തിറക്കണമെന്ന് കുറെ നാളുകളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നു. പക്ഷേ അതിന്റെ സമയത്തിന്റെ പൂർത്തീകരണം കടന്നു വന്നത് ഇപ്പോഴാണ്. ഞാൻ ഫ്രെനിയെ വിളിച്ച് പറഞ്ഞു, ഫ്രെനി, ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ഒരുമയാണെങ്കിൽ നമുക്കിത് റെക്കോർഡ് ചെയ്ത് പാട്ടിന്റെ രൂപത്തിൽ ഇറക്കാം. അങ്ങനെ ഫ്രെനിയെ വിളിച്ചു, വില്യം ബ്രദറിനെ വിളിച്ചു, കൂടെയുള്ള ജൂലി, നെൽസൺ, ജൂലിയ, പ്രിൻസി, റിയൻ എന്ന് വേണ്ട ഇവിടെ ഇരിക്കുന്ന ഇവരെല്ലാവരും വിളിച്ചു. ഇവരെല്ലാവരും മറുത്തൊന്നും പറഞ്ഞില്ല. നമുക്ക് ദൈവത്തെ ആരാധിക്കാം നല്ലൊരു പാട്ടിലൂടെ. ഞങ്ങൾ റെഡിയാണ് എന്നാണ് ഇവർ പറഞ്ഞത്. നല്ലൊരു കൈയടി കൊടുത്തേ കർത്താവിന്റെ നാമത്തിൽ. ഉടനെ വില്യം ബ്രദറിനെ വിളിച്ചപ്പോൾ പറഞ്ഞു, എന്നാ നമുക്ക് ആത്മാവാൻ ദൈവമേ എന്നുള്ള പാട്ട് നമുക്ക് എല്ലാവരും കൂടി റെക്കോർഡ് ചെയ്ത് ആ പഴയ ഒരു കൂട്ടായ്മയുടെ ഒരു ഗാനമാക്കി അതിനെ റെക്കോർഡ് ചെയ്ത് ചെയ്യണമെന്ന് പറഞ്ഞു. അതിന് ഞങ്ങൾ വലിയ നാളെ അതിൻ്റെ റെക്കോർഡിങ്, ഇന്ന് ഞങ്ങൾ പാടും വൈകിട്ട്, നാളെ അതിൻ്റെ ഷൂട്ടിങ്. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. എന്തിനാ ഞങ്ങൾ ഇതൊക്കെ ചെയ്യണേ? ഞങ്ങളെ മഹത്വപ്പെടുത്താനാണോ? ആണോ? ഞങ്ങളെ മഹത്വപ്പെടുത്താനാണെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. എനിക്ക് അവിടെ ഇരുന്നാലും പല കാര്യങ്ങളും ചെയ്യാം. ഇതിലൂടെ ഒരു സന്ദേശം നിങ്ങൾക്ക് തരികയാണ്. ഞങ്ങളുടെ ജീവിതം ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവം ഞങ്ങളിൽ ചൊരിയുന്ന ഒരു റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്: ഒരു ആത്മാവിനെ ഒരു പാട്ടിലൂടെ നേടാനായിട്ട് സാധിച്ചാൽ, അല്ലെ പാട്ട് എഴുതുന്ന ആ വരികളിലൂടെ നേടാൻ സാധിച്ചാൽ അത് മതി. ആ ഒരാത്മാവിനെ നേടാൻ പറ്റിയില്ല. നിങ്ങളുടെ കഴിവുകളിലൂടെ ഒരാത്മാവിനെയെങ്കിലും നിങ്ങൾക്ക് നേടാനായിട്ട് സാധിച്ചാൽ നിങ്ങളുടെ ജീവിതം സക്സസ് ആയി. ഇതാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. ഇതാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഇവരെല്ലാവരും ചെയ്യുന്നത്. ഇവരുടെ ജോലിയുണ്ട്, പക്ഷെ ഇവരുടെ കഴിവുകൾ നല്ലൊരു ശതമാനം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്.
അതുകൊണ്ട് ഇവരിലൂടെ പ്രൈസ് ആൻഡ് വർഷിപ്പും ഗാനാലാപനവും നെൽസണിലൂടെ ഒരുപാട് നല്ല പാട്ടുകൾ, വില്യം ബ്രദറിലൂടെ ഒത്തിരി പാട്ടുകൾ. സത്യം പറഞ്ഞാൽ ഈ വർഷിപ്പ് സോങ്സ് കൂടുതലും ഞാൻ പഠിച്ചത് വില്യം ബ്രദറിലൂടെ. നല്ലൊരു കൈയ്യടി. ബ്രദർ ആത്മാവാൻ ദൈവമേ എഴുതി, പിന്നെ വേറെ കുറെ പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട്. വേണമെങ്കിൽ വില്യം ബ്രദറിന് വേറെ പല കാര്യങ്ങൾക്ക് വേണ്ടി തൻ്റെതായ സമയം മാറ്റിവെക്കാം. പക്ഷെ വില്യം ബ്രദർ ചെയ്യുന്നത് തൻ്റെതായ കഴിവ് ദൈവത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ മാറ്റിവെച്ച് മുന്നോട്ട് പോകും. ഫ്രെനി ഇതുപോലെ തന്നെ തൻ്റെ ജീവിതം ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് ഈ നാളുകളിലൊക്കെ എൻ്റെ ഈ ഒരു പ്രോഗ്രാമിന് എൻ്റെ കൂടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ യാത്ര ചെയ്യാനും അതുപോലെ പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്യാനും എന്തൊക്കെയാണോ അതിൻ്റെ ആവശ്യങ്ങൾ ഒക്കെ കൂടെ നിൽക്കുക. അതുപോലെ നെൽസൺ, ഞാൻ വിളിച്ച് നെൽസനെ പറഞ്ഞു, നെൽസൺ നമുക്കിങ്ങനെ ചെയ്യണം. അപ്പൊ നെൽസൺ എൻ്റെ അടുത്ത് പറഞ്ഞു, പീറ്ററിനെ പോലെയുള്ളവര് എൻ്റെ സ്റ്റുഡിയോയിലൊക്കെ വന്ന് റെക്കോർഡ് ചെയ്ത് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിലെന്താണ്, നെൽസന്റെ സ്റ്റുഡിയോയിൽ വന്ന് ദൈവം ഇങ്ങനെ ഞങ്ങളെ കൊണ്ട് റെക്കോർഡ് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ നെൽസനെ വിളിച്ചത്. നെൽസന്റെ അടുത്ത് നല്ലൊരു സൗണ്ട് കാർഡ് ഉണ്ട്. ആ ഉള്ള മുറിയിൽ നിന്ന് ആ ഒരു ചെറിയൊരു സെറ്റപ്പ് ആണെങ്കിൽ പോലും അവിടെയുള്ള ഈ സൗണ്ട് കാർഡിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി. അപ്പൊ അവിടെ അത് നമുക്ക് റെക്കോർഡ് ചെയ്യാം, അവിടെ തന്നെ ചെയ്യാം. അങ്ങനെ നെൽസൺ വിളിച്ചു, നെൽസൺ റെഡിയായി. അപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം ഇന്നലെ കഴിഞ്ഞു. ഇനി ഇന്നും ഉണ്ട് അതിന്റെ ഷൂട്ടിംഗ്. ഇവരെല്ലാവരും ഈ സഹോദരിമാരെല്ലാവരും ഈ പ്രൊജക്റ്റിന് വേണ്ടി കൂടെ നിൽക്കുകയാണ്. ഇതിന്റെ വിജയം ഇനി കടന്നു വരേണ്ടത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് ദൈവം തന്നെയാണ് മാറ്റേണ്ടത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ചെറിയ കഴിവുകൾ, അത് ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് വലിയ കഴിവൊന്നുമില്ല. ഞാൻ സംഗീതമൊന്നും പഠിച്ചില്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സംഗീതം പഠിക്കാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്ന ഗാനങ്ങൾ ഞാൻ ചെയ്യുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. ദൈവം അതിലൂടെ വഴി നടത്തുന്നു. അങ്ങനെ അതിലൂടെ റിസൾട്ടുകൾ കടന്നു വരും. അപ്പൊ പലരും ചോദിക്കാറുണ്ട്, പീറ്ററിന് ഇങ്ങനെ സംഗീതം പഠിക്കാതെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു, ഇത് ദൈവത്തിന് ഇതൊന്നും അസാധ്യമല്ലെന്ന്. ഇത് ദൈവത്തിന് ഇതെല്ലാം സാധ്യമാണ്. പീറ്ററിനല്ല, എത്രയോ ഒന്നുമില്ലാത്ത വ്യക്തികളെ ദൈവം എടുത്ത് ഉപയോഗിക്കുന്നു. മോശ എന്താണെന്ന് പറഞ്ഞു, മോശയോട് പറഞ്ഞു ഇസ്രായേൽ ജനത്തെ നയിക്കണമെന്ന്. മോശ പറഞ്ഞു, ഞാൻ വിക്കനാണ്, എന്നെ അവരനുസരിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ദൈവം മോശയെ ഉപയോഗിച്ചില്ലേ? അപ്പോ വിക്കനായിരുന്നു എന്ന് പറഞ്ഞ് മോശ ആ ദൗത്യം ഏറ്റെടുക്കാതെ ബാക്കോട്ട് പോയിരുന്നെങ്കിൽ ആ ഇസ്രായേൽ ജനത്തെ നയിക്കാനായിട്ട് ദൈവം ചിലപ്പോൾ മറ്റാരെങ്കിലും ഒക്കെ നിയോഗിക്കുമായിരുന്നു. പക്ഷേ മോശയ്ക്ക് ആ കുറി വീണു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാനും നിങ്ങളും വിക്കനായിരുന്നു, എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞ് ബാക്കോട്ട് പോയാൽ നമ്മളെ ദൈവം ഉപയോഗിക്കാതെ വരും. അപ്പൊ അവിടെ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകണം, ദൈവത്തിന്റെ തൊടലുണ്ടാകണം, ദൈവത്തിന്റെ സ്പർശം ഉണ്ടാകണം. ഇതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ദാഹിക്കാം, കാതോർത്തിരിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനാരാധന പഠിക്കേ. പരിശുദ്ധനാരാധന സർവ്വോന്നതനാരാധന വിശുദ്ധിയിലാരാധന അങ്ങേക്കേ. ഒരിക്കൽ കൂടെ വിശുദ്ധി വിശുദ്ധിയിലാരാധന ദൈവമേ അങ്ങേക്കേ. പരിശുദ്ധനാരാധന സർവ്വോന്നതനാരാധന വിശുദ്ധിയിലാരാധന അങ്ങേക്കേ. വിശുദ്ധിയോടെ നമ്മൾ ആരാധിച്ചേ. വിശുദ്ധിയിലാരാധന അങ്ങേക്കേ. വലതുകരം ഉയർത്തി വിശുദ്ധിയോടെ ഒരിക്കൽ കൂടെ ആരാധിച്ചേ. ഉന്നതനാരാധന
പാടിക്ക എല്ലാവരും ചേർന്ന് നന്ദി നന്ദി എൻ ദൈവമേ നന്ദി യേശുവരാ നന്ദി 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 എൻ ദൈവമേ നന്ദി യേശുവരാ പാടിക്കേ നന്ദി നന്ദി എൻ ദൈവമേ നന്ദി യേശുവരാ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ